പോത്തിനെന്ത് ഏത്തവാഴ എന്ന് വിശ്വാസികൾ ചോദിക്കുമ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആ പാതിരിയുടെ കസേരയിലേക്കാണ്. വീണ്ടും വീണ്ടും വിശ്വാസികൾക്ക് ഇതേ ഒരു ചോദ്യം ചോദിക്കേണ്ട അവസ്ഥയായിരിക്കും. സത്യത്തിന്റെ പിന്നാലെ പോയ യേശു തമ്പുരാനെ പുകഴ്ത്തിയവരും അനുകൂലം പറ്റിയവരും അവസാന നിമിഷം എന്തിനേറെ പറയുന്നു, കത്തോലിക്ക സഭയുടെ തലവനായ പത്രോസ് പോലും തള്ളി പറഞ്ഞു. ക്രിസ്തീയ സഭയുടെ പീഡനങ്ങൾ എത്രയേറെ ആയിരുന്നെന്ന് എല്ലാ വിശ്വാസികൾക്കും അറിയാവുന്നതാണ്. ഇതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ പാരമ്പര്യമാണ് ക്രിസ്തീയ വിശ്വാസികൾക്കുള്ളതെന്ന് ആരും മറന്നു. വചനപീഠമില്ലാതെ കുർബാന ചൊല്ലാൻ ലത്തീൻ സഭയും സീറോ മലബാർ സഭയും അനുവദിക്കുന്നില്ല. ഇത്ര കാലം അനുവദിച്ചിട്ടില്ല. പിന്നെ എന്താണ് പാമ്പ്ലാനിക്ക് പ്രശ്നം? എറണാകുളം വിമത വിഭാഗം പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത ദൈവശാസ്ത്രം പിന്തുടരുന്നതിനാൽ അവർ വചനപീഠം ഉപയോഗിക്കുന്നില്ല. അത് അവരുടെ കാര്യം. പക്ഷേ സഭയ്ക്ക് അത് വേണം. കുർബാനയ്ക്ക് അടിസ്ഥാനപരമായി രണ്ട് ഭാഗങ്ങളാണ്: വചന ശുശ്രൂഷയും അപ്പത്തിന്റെ ശുശ്രൂഷയും. സഭയുടെ തുടക്കം മുതലേ കുർബാന അർപ്പണത്തിൽ ഈ രണ്ട് ഘടകങ്ങളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ആദ്യം ഈശോ വചനമാണ് വ്യാഖ്യാനിച്ചു കൊടുത്തത്. തുടർന്നാണ് അപ്പം മുറിച്ച് നൽകിയത്. ലത്തീൻ സഭയിലും സീറോ മലബാർ സഭയിലും വചന ശുശ്രൂഷയ്ക്കും അപ്പത്തിന്റെ ശുശ്രൂഷയ്ക്കും വ്യത്യസ്ത പീഠങ്ങൾ, അതായത് അൾത്താര അല്ലെങ്കിൽ ബലിപീഠം, ബെമ്മ അല്ലെങ്കിൽ ആമ്പോ വചനപീഠം, അത് വേണമെന്നും എല്ലാ കുർബാനയിലും ഇത് രണ്ടും ഉപയോഗിക്കണമെന്നും നിഷ്കർഷയുണ്ട്. എന്നാൽ എറണാകുളം രൂപതയിലെ ബഹുഭൂരിപക്ഷ പള്ളികളിലും പെന്തക്കോസ്ത് രീതിയിൽ വചനപീഠം ഉപയോഗിക്കാതെയാണ് ആരാധന ഇപ്പോഴും നടത്തുന്നത്. പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് വിഭാഗത്തിൽ കുർബാനയിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമേ ഇല്ല. അവരെ സംബന്ധിച്ച് കർത്തൃമേശ ഈശോയുടെ ബലിയുടെ വെറും ഓർമ്മമാണ്. അതിനാൽ അപ്പം മുറിക്കൽ അവരെ സംബന്ധിച്ച് വചന ശുശ്രൂഷയുടെ ഭാഗമാണ്. അതുകൊണ്ട് രണ്ട് പ്രത്യേക മേശകൾ അവർ ഉപയോഗിക്കുന്നില്ല. അത് പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ്. കത്തോലിക്ക സഭയിലാകട്ടെ അപ്പത്തിന്റെ മേശയും ബലിപീഠം, വചനത്തിന്റെ മേശയും ബെമ്മ, അത് രണ്ടും നിർബന്ധം ഉണ്ട്. റോമൻ സഭയുടെ കുർബാന അർപ്പണത്തെ പറ്റിയുള്ള പൊതു നിർദ്ദേശങ്ങളായ ജനറൽ ഇൻസ്ട്രക്ഷൻ ഓഫ് റോമൻ മിസാലിൽ ഖണ്ഡിക 303 വചനപീഠത്തെ പറ്റി വ്യക്തം പ്രതിപാദിക്കുന്നു. അതിങ്ങനെയാണ്: ദൈവവചനത്തിന്റെ ശ്രേഷ്ഠതയെ കുറിക്കാൻ വചനപീഠം അനിവാര്യമാണ്. വചനപീഠം എടുത്തു മാറ്റാവുന്ന വെറും വായനാപീഠമല്ല, ഉയർന്ന സ്ഥാനത്ത് സ്ഥിരമായി ഉറപ്പിച്ച പള്ളിയുടെ പൊതുഘടനയോട് ചേർന്ന് നിൽക്കുന്ന പീഠമായിരിക്കണം. മാർപ്പാപ്പയുടെ കൽപ്പനകൾ വേസ്റ്റ് ബോക്സിലിടുകയും അൽമായ മുന്നേറ്റം എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന തെരുവ് ഗുണ്ടകളെ കൊണ്ട് കത്തിക്കുകയും ചെയ്യുന്ന എറണാകുളത്തെ മാർ പാമ്പ്ലാനിയുടെ ശിഷ്യന്മാരെ വിമത വൈദികർക്ക് ഈ ബലിപീഠവും താല്പര്യമില്ല, ബെമ്മയും താല്പര്യമില്ല. അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത്, പോത്തിനെന്ത് ഏത്തവാഴ? പോത്തിനോട് വേദമോദിയിട്ടും കാര്യമില്ല, സാരമോദിയിട്ടും കാര്യമില്ല. അത് തന്നെയാണ് ഇപ്പോൾ എറണാകുളത്തെ മാർ പാമ്പ്ലാനി കിങ്കരന്മാരും ചേർന്ന് എക്സിക്യൂട്ട്